Good morning. Good morning. Happy morning. എല്ലാരും വീഡിയോ മോഡിൽ വരൂ. വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവർ എല്ലാവരും വരൂ കേട്ടോ. നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും റിലാക്സ്ഡ് ആയി അല്ലെ, വളരെ എനർജറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? ഹാപ്പി അല്ലേ? ജോസഫ് സർ ഹാപ്പി അല്ലേ? വെരി ഗുഡ്. ഓക്കെ, വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവർ മാക്സിമം വീഡിയോ മോഡിൽ തന്നെ വരാം. ഇന്ന് നമുക്ക് നമ്മുടെ മോർണിംഗ് സെഷനിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് വരുന്നത് പവർ ഓഫ് അക്സെപ്റ്റൻസ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ വേർഡ്? അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ ഇതിനു മുൻപ്? ഒരുപാട് കോഴ്സ് ചെയ്തവരും അല്ലാത്തവരും കേട്ട ഒരുപാട് പേരുണ്ടാവും അല്ലെ? ഓക്കെ, ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് അക്സെപ്റ്റൻസ് എന്നുള്ള വേർഡ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാറുണ്ടോ ഈ ഒരു സ്കിൽ? അക്സെപ്റ്റൻസ് ഒരു സ്കില്ലാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സ്കില്ല് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാറുണ്ടോ? ഈ ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടോ? നോ. ഓക്കെ, നമുക്ക് അക്സെപ്റ്റൻസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ്. ഈ ഒരു രാവിലെ ഇത്രയും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ? ജാസില പറയുന്നു ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് എന്താണ് അക്സെപ്റ്റൻസ് എന്ന് പറയാം. അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ അക്സെപ്റ്റൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു അക്സെപ്റ്റൻസിനെ കുറിച്ചാണ്. അംഗീകരിക്കുക. നിങ്ങളിപ്പോൾ ഹാപ്പിയാണ്, നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ജീവിതത്തിൽ നിങ്ങൾ ഹാപ്പിയാണോ? എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. എല്ലാവരും ഹാപ്പിയാണോ? എന്താണ്? സജീറ പറയുന്നു യെസ്. സക്കിയ യെസ്. എല്ലാവരും ടൈപ്പ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ ഫ്യൂ മൊമെന്റ്സിൽ യെസ് യെസ്. ഒരുപാട് പേര് ഹാപ്പിയാണ്. ഇടയ്ക്ക് ഹാപ്പി അല്ലാത്തവരും ഉണ്ട്. ഇതിൽ ഒരുപാട് പേര് എനിക്ക് പരിചയമുണ്ട്, നമ്മുടെ കോഴ്സ് ചെയ്തവരാണ്. ഓക്കെ, പരിപൂർണമായിട്ടും ഹാപ്പി അല്ല എന്ന് പറയുന്നുണ്ട്. അതെ, അതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ? നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. നമുക്ക് ദേഷ്യം അല്ലേ? നമ്മുടെ ചുറ്റുപാട് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ വീട്ടിലൊക്കെ കഴിയുന്നവരോടൊക്കെ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും അല്ലേ? അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് വരാറുണ്ട്. അതുപോലെ പല ചാലഞ്ചസിലും കുടുങ്ങിക്കിടക്കുന്നവരുണ്ടാവും. എന്താ പറയാ, പല രീതിയിലുള്ള പ്രോബ്ലംസ് അല്ലേ? നമ്മൾ എന്തൊക്കെ തരങ്ങളിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുള്ളത് അല്ലെ? റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. പാരൻസും മക്കളും തമ്മിൽ, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്നേഴ്സ് തമ്മിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലേ നമ്മുടെ ലൈഫിൽ. അതുപോലെ ജോലി നഷ്ടപ്പെട്ടവർ, ജോലി ഇല്ലാത്തവർ, അതുപോലെ ഒരുപാട് കടങ്ങളുള്ളവർ, ബാങ്കിൽ ലോൺസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കടങ്ങളുള്ളവർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു ചില ആളുകളുടെ
ഇപ്പൊ കുറച്ച് പേര് ടെക്സ്റ്റ് ചെയ്ത് ഹാപ്പി ആണെന്ന് പറഞ്ഞു. അവരവരുടെ ആ ഒരു അക്സെപ്റ്റൻസും കാര്യങ്ങളൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് അധികം പേരുണ്ട്. അപ്പോൾ എല്ലാവരോടും എന്തെങ്കിലും കേസ് എടുത്തു കഴിഞ്ഞാൽ ചില ആളുകളെങ്കിലും എന്തായിരിക്കും, വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ഒരു ഇപ്പോൾ ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന ഒരു സ്ഫോടക വസ്തു പോലെ അത്രയും ബുദ്ധിമുട്ട് ഉള്ളിൽ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്നത് കൊണ്ട് ഇത്രയും പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന വല്ലാത്തൊരു ഡിപ്രസ്ഡ് ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്തിന് ഇനി ജീവിക്കണം, എന്ത് ഞാൻ നെക്സ്റ്റ് ആയിട്ട് ചെയ്യും എന്നൊന്നും ആ ഒരു സ്റ്റെപ്പിലേക്ക് പോലും പോവാൻ കഴിയാതെ ഒരുപാട് പേര് സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയിലുണ്ടാവും, അല്ലേ? ഈ ഒരു സ്റ്റക്കായ അവസ്ഥയിൽ നിന്നും നമുക്ക് മോചിതരാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, ഇപ്പം സാധാരണ ഒരാളാണെങ്കിൽ പോലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അത് നമുക്ക് നന്നായിട്ട് അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിലൊരു നെക്സ്റ്റ് ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്കില്ലാണ്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട, ഒരു കൾട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ് എന്ത്? അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു പ്രശ്നത്തെ വളരെ ലാഘവത്തോടെ, വളരെ ഈസി ആയിട്ട് നമ്മൾ കാണാം, വളരെ സിമ്പിളായിട്ട് നമ്മൾ കാണാം, അതിനെ ഈസി ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം, അംഗീകരിക്കാം. ഇറ്റ്സ് ഓക്കെ, ഐ അക്സെപ്റ്റ് എന്നുള്ള ഒരു അഫർമേഷൻ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് അക്സെപ്റ്റ് ചെയ്യുക. ഈ ഒരു അക്സെപ്റ്റൻസിലാണ് നമ്മുടെ സക്സസിൻ്റെ ആദ്യ പടി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊരു പ്രോബ്ലം നമ്മളുണ്ടെങ്കിലും എന്ത് ചെയ്യുക, അതിന് നമ്മൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുക. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ പറയുന്ന അത്ര ഈസി ആയിരിക്കില്ല. കാരണം നമ്മൾ ആ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാവും, അല്ലേ? അത് കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അപ്പം നമ്മളത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഈ ജോലി ഇല്ലാത്ത വ്യക്തിയോട് ഇറ്റ്സ് ഓക്കെ, എനിക്ക് ജോലിയില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അത് ആ വ്യക്തിയെ സംബന്ധിച്ച് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ അക്സെപ്റ്റൻസിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സീക്രട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന് ഇപ്പോൾ ആ ഒരു ജോലിയില്ലാത്ത വ്യക്തിയെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, ആ ഒരു അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാനും അവരുടെ നെഗറ്റീവ് തോട്ട്സിനെ അവിടെ ഡിറ്റാച്ച് ചെയ്യാനും, അങ്ങനെ അവരെ റിലാക്സ്ഡ് ആയി നെക്സ്റ്റ് ഒരു ലെവലിലേക്ക്, ആ ഒരു സക്സസിലേക്ക് അവന് എത്താനും സാധിക്കും എന്നുള്ളതാണ്. ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. നമ്മുടെ മൈൻഡ് കാം ആയിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും വളരെ എനർജറ്റിക് ആയിട്ടിരിക്കാനും നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡ് കാം ആയിരിക്കണം, അല്ലേ? നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും അവസ്ഥ? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ട ഒരാളുടെ കേസിന് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ചിന്തിച്ചു കൂട്ടുകയാണ്, അല്ലേ? അക്സെപ്റ്റൻസ് മോഡിലേക്ക് എത്താത്ത ഒരാൾ, അല്ലേ? അദ്ദേഹം ഇപ്പൊ എന്ത് മോഡിലായിരിക്കും? ഏകദേശം ഇവിടെയുള്ള ആളുകളൊക്കെ എന്ത് മോഡിലായിരിക്കും? ഒരു റെസിസ്റ്റൻസ് മോഡിലായിരിക്കും, അല്ലേ? അപ്പം എന്താണ് എൻ്റെ ലൈഫ് ഇങ്ങനെ, എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, പ്രോബ്ലംസ് മാത്രമാണ്, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ, അങ്ങനെ നമ്മൾ അത് ചിന്തിച്ചുകൊണ്ടിരുന്ന, അതുപോലെ ജോലി പോയ ഒരാളുടെ കേസ് ആണെങ്കിൽ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, എനിക്ക് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളെ ഞാൻ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ എങ്ങനെ നിറവേറ്റും, എൻ്റെ ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, അതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മളങ്ങനെ ചിന്തിച്ച് അത് വലുതായി, അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത് പോകും, അല്ലേ? അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. ഏതൊരു പ്രോബ്ലം ആണെങ്കിലും, ഏതൊരു വലിയ പ്രോബ്ലം ആണെങ്കിലും ചെറിയ പ്രോബ്ലം ആണെങ്കിലും എന്ത് ചെയ്യുക, എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്കതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ആ ഒരു പ്രശ്നത്തെ മെരുക്കാനുള്ള ഒരു പവർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുകയാണ്. അതാണ് ഈ അക്സെപ്റ്റൻസിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഏതൊരു പ്രശ്നം ഇപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്താൽ മനസ്സിലാവും. ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും, അല്ലേ? പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. നിങ്ങളുടെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും
ആ പ്രോബ്ലംസ് മനസ്സിലേക്ക് കൊണ്ടുവരാ. ഇതിലിപ്പോ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. അപ്പൊ കണ്ണടച്ചിരുന്നിട്ട് ചെസ്റ്റില് കൈവച്ചിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇറ്റ്സ് ഓക്കേ. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താവും ഉണ്ടാവാന്നറിയാലോ. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാലോ നിങ്ങൾക്ക്. ഇറ്റ്സ് ഓക്കേ. എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. അതവിടെ ഉണ്ട്. ഇത് സാരമില്ല. ഇറ്റ്സ് ഓക്കേ. ഇറ്റ്സ് ഓക്കേ. എന്താണ്? ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്ന് ടെക്സ്റ്റ് ചെയ്യൂ. ഇപ്പൊ ചെറിയ രീതിയിൽ ഒരു അക്സെപ്റ്റൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു അല്ലേ? അതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം. റിലാക്സ്ഡ് ആയി അല്ലേ? എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ ഒരു 100 പേരുണ്ട്. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു ടൈം നിങ്ങൾ ഇത്രയും വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഷാഹിന പറയുന്നു ഭാരം കുറഞ്ഞു. അനിത പറയുന്നു ഹാപ്പിയായി. അസിത ഹാപ്പി അല്ലേ? നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലേ? ആ ഒരു ചെറിയൊരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അക്സെപ്റ്റൻസിന്റെ ആ ഒരു റിസൾട്ട്, ആ ഒരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം. നമ്മൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതെന്താണ് സംഭവിക്കുന്നത് അവിടെ? അത് വലുതായി വലുതായി അത് നമ്മെ പെർസിസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും. ഇങ്ങോട്ട് അത് കൂടുതൽ ആക്രമിക്കുക ചെയ്യുക. ഏതൊരു തോട്ട്സും അങ്ങനെയാണ്. തോട്ട്സ് ആണല്ലോ എല്ലാം. നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ തോട്ട്സ് ആയിട്ടാണ് നമുക്ക് വരിക. അപ്പോൾ നമ്മുടെ മൈൻഡ് അത്രയും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് മാത്രമല്ല നമ്മുടെ ഉള്ളിൽ കെമിക്കൽ റിയാക്ഷൻസ് വരും. നമ്മൾ സങ്കടപ്പെടുന്ന, വിഷമിക്കുന്ന സമയത്ത് അത് വീണ്ടും 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 നമ്മൾ എന്താണ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ലൈഫിൽ വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. നെക്സ്റ്റ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നും ഒരു നെക്സ്റ്റ് ലെവൽ സ്റ്റെപ്പ് എടുത്ത് ആ ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. ഇവിടെ നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് വേണോ? നമുക്ക് വളരെ പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സ്കില്ലാണ് അക്സെപ്റ്റൻസ്. ഏതൊരവസ്ഥയാവട്ടെ ആ ഒരു അവസ്ഥയെ നമ്മൾ അംഗീകരിക്കുക. അത് സമ്മതിക്കുക. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മാജിക്കൽ വേർഡ് പറഞ്ഞുകൊണ്ട് നമ്മളത് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പൊ എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് അവിടെ ഡിറ്റാച്ച് ആയിട്ട് പോവുകയാണ്. ഡിറ്റാച്ച്ഡ് ആവുകയാണ് ചെയ്യുന്നത് നെഗറ്റീവ് തോട്ട്സ്. അപ്പോൾ ഒരു പ്രോബ്ലത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് വലുതാക്കി വലുതാക്കി കൊണ്ടുവരുമ്പോൾ അത് അവിടെ ഒറ്റയടിക്ക് എന്താക്കാൻ പറ്റും നമുക്ക്? ഇറ്റ്സ് ഓക്കെ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് ഡിറ്റാച്ച് ആവുകയും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ തോട്ട്സ് ആണ് എല്ലാം. നമ്മുടെ ലൈഫിലേക്ക് എല്ലാം കൊണ്ടുതരുന്നത് തോട്ട്സ് ആണ്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കണം. പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് മാത്രമേ യൂസ് ചെയ്യാവൂ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്സെപ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്സെപ്റ്റൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അവരുടെ തോട്ട്സിനെ അവർക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പം ഓവർ തിങ്കിങ് ഉള്ള ഒരുപാട് പേരുണ്ട് അല്ലേ? ചിന്തിച്ച് ചിന്തിച്ച് വലുതാക്കി കൂട്ടുന്ന ഒരുപാട് പേര് അങ്ങനെ ഒരു പ്രോബ്ലം അനുഭവിക്കുന്നവരുണ്ട്. ഇവർക്ക് ഏറ്റവും അവരാദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് അക്സെപ്റ്റൻസ് ആണ്. ഓക്കെ. അപ്പം നമ്മുടെ തോട്ട്സ് എന്താവും? പോസിറ്റീവ് ആവും. ആ ഒരു ഡിറ്റാച്ച്മെന്റ് അവിടെ സംഭവിക്കുന്നതോടുകൂടി നമ്മുടെ തോട്ട്സ് പോസിറ്റീവ് ആവുകയും നമുക്ക് ആ ഒരു എനർജി വീണ്ടെടുക്കാൻ സാധിക്കുകയും അതിലൂടെ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ സാധിക്കുകയും ചെയ്യും. ചില ആളുകളോട് ചോദിക്കുമ്പം പറയാറുണ്ട്, എന്ത് നിങ്ങളുടെ ഒരു ഗോൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം അല്ലേ? ചില ആളുകൾ ആൻസർ ചെയ്യാറുണ്ട്. ആ ഒരു ജീവിതം സാധ്യമാണോ? പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം സാധ്യമാണോ നമുക്ക്? പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ഒരിക്കലും സാധ്യമല്ല.
അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് വരും, പക്ഷേ അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നതിലാണ് അതിൻ്റെ കാര്യം ഉള്ളത്. എങ്ങനെയാണോ നമ്മളത് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണോ നമ്മൾ അതിനെ മാനേജ് ചെയ്ത് സൊല്യൂഷനിലേക്ക് എത്തുന്നത് എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കിടക്കുന്നത്. അപ്പോൾ ലോകത്ത് വിജയിച്ച ഒരുപാട് പേരുണ്ട് അല്ലേ, മഹാന്മാരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്, അറിയപ്പെടുന്ന വ്യക്തികൾ. അവരെല്ലാവരും എന്താണ്, ഒരുപാട് ചാലഞ്ചസിലൂടെയും സ്ട്രഗിളിങ്സിലൂടെയും കടന്നു പോയിട്ടുള്ളവരാണ്. അവരെങ്ങനെ പിന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തി? അവരുടെ ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കിയാൽ, നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എന്ത്, അവർ അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തവരായിരുന്നു. അവരുടെ പ്രോബ്ലംസ് എല്ലാം അവർ അക്സെപ്റ്റ് ചെയ്ത്, അവർ ഡിറ്റാച്ച് ചെയ്ത്, ലെറ്റ് ഗോ ചെയ്ത് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക്, ആ ഒരു സക്സസ്സിലേക്ക് എത്തിയവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ആരും സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല, അത് അപ്ലിക്കബിൾ അല്ല. ഓക്കെ, പ്രശ്നങ്ങളെല്ലാം വരും, പക്ഷെ അത് നമ്മൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ചിന്ത ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു അട്രാക്ട് ചെയ്യുന്നത് തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അക്സെപ്റ്റൻസ് അവിടെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഈ സാഹചര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതിയോ? ഒരിക്കലും അല്ല. നമ്മൾ നമ്മയും അക്സെപ്റ്റ് ചെയ്യണം. സെൽഫ് അക്സെപ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സാഹചര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ കാര്യം ഓക്കെ ആവില്ല. എന്തുകൂടെ വേണം? സെൽഫ് അക്സെപ്റ്റൻസ് അതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നമ്മെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മെ അംഗീകരിക്കുക അല്ലേ? ചില ആളുകൾക്ക്, ഭൂരിഭാഗം ആളുകൾക്കും സെൽഫ് ലവ് വളരെ കുറവായിരിക്കും. അതിന് പിന്നിലൊക്കെ റീസൺസ് ഉണ്ട്, നമ്മുടെ മാത്രം തെറ്റല്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് ട്രോമകളിൽ നിന്നൊക്കെ നമുക്ക് എന്തുണ്ടാവും, സെൽഫ് ലവ് ഫീൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ചെറുപ്പകാലങ്ങളിലൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ തന്നെ ആ ഒരു സെൽഫ് ലവ് നഷ്ടപ്പെടും. അതുപോലെ നമുക്ക് നമ്മെ അംഗീകരിക്കാൻ കഴിയില്ല, ഞാൻ മോശമാണ് എന്നുള്ള ഒരു ചിന്തയായിരിക്കും നമുക്ക് നമ്മെക്കുറിച്ച് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫിസിക്കൽ ഇമേജ് അല്ലേ? ചില ആളുകൾക്ക് ഇപ്പം ബോഡി ഷേമിങ് അനുഭവിക്കുന്നവർ ഉണ്ടാവും. അങ്ങനെ അതുപോലെ നമ്മുടെ സെൽഫ് ഇമേജ് തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മെ അക്സെപ്റ്റൻസ് അവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നമ്മെ അക്സെപ്റ്റ് ചെയ്യുക, ഏത് രീതിയിലാണോ ഉള്ളത് ആ രീതിയിൽ നമ്മൾ നമ്മെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ കൺട്രോളിലല്ലാത്തൊരു കാര്യങ്ങൾക്ക് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ചിന്തിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മാത്രം നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരാം, നമ്മൾ ഫോക്കസ് ചെയ്യുക. ഈ ഫിസിക്കൽ ഇമേജിൻ്റെ കാര്യം നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നല്ലാതെ പരിപൂർണമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണോ നമ്മളുള്ളത്, പല കുറവുകളും നമുക്കുണ്ടായേക്കാം. ഈ ലോകത്ത് പെർഫെക്റ്റ് ആയിട്ട് ആരില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പരിപൂർണമായിട്ട് നമ്മളെ അംഗീകരിക്കുക, നമ്മൾ സ്നേഹിക്കുക. ഇപ്പം ഈ ഒരു അക്സെപ്റ്റൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ മോശം ഒരു ചിന്തയാണ്, നമ്മുടെ എനർജി ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. നമ്മെ കാണുമ്പോഴും അതുപോലെ നമ്മളിലേക്ക് ചിന്തിക്കുമ്പോഴും എന്താ ഉണ്ടാവുക? ഒരു നെഗറ്റീവ് ഇമോഷൻ ആയിരിക്കും, ഒരു മോശം തോട്ടായിരിക്കും നമുക്ക് നമ്മെക്കുറിച്ച് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ എനർജി എന്താവും? ഡൗൺ ആവും. നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരിക്കലും നമ്മുടെ എനർജി നമ്മൾ എവിടേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അവിടേക്ക് നമ്മളിൽ നിന്നും എനർജി ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ആ ഒരു ഗോളിലേക്ക്, നമ്മൾ എന്താണോ നമുക്ക് നേടേണ്ടത് അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവാം. അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഡിറ്റാച്ച് ചെയ്യുക. നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്. ഏതൊരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു അക്സെപ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഒരു അക്സെപ്റ്റൻസ്, ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പെട്ടെന്ന് അക്സെപ്റ്റൻസ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അല്ലേ
പുതിയതായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് അത്ര ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അക്സെപ്റ്റൻസ്. പക്ഷേ നമ്മളത് ഡെയിലി നമ്മളുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വലിയൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ഏതൊരവസ്ഥയായാലും ഏതൊരു ചലഞ്ചായാലും ആ ഒരു അവസ്ഥയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മളതിനെ അംഗീകരിച്ച് ഇറ്റ്സ് ഓക്കെ പറഞ്ഞ് അത് ഡിറ്റാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള കുറച്ച് ടിപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? സ്റ്റോപ്പ് കമ്പയറിങ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് നിർത്തുക എന്നുള്ളത്, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് അക്സെപ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട്, നമ്മെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത്, അല്ലേ, അവരുടെ ഉയർന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ ചിന്തിക്കും, അല്ലെ? അത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിക്കും, അവരങ്ങനെയാണ്, അവർക്ക് ഒരുപാട് വളർച്ചയുണ്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ അവർ ബെറ്റർ ആണ്, അവർക്ക് വലിയ വീടുണ്ട്, എനിക്കൊന്നിനും കഴിയില്ല, എനിക്കൊന്നിനും സാധിക്കില്ല എന്നുള്ള ഒരു സംഭവം, അല്ലേ? അത് നമ്മളിൽ ഒരു അക്സെപ്റ്റൻസ് നമ്മൾ തന്നെ കുറഞ്ഞു വരും, ഈ ഒരു കമ്പാരിസൺ നമ്മളിൽ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ളവരുമായിട്ടോ ഒന്നും നമ്മളെ കമ്പയർ ചെയ്യാൻ പാടില്ല. എല്ലാവരും യുണീക്കാണ്, ഡിഫറെൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ്, ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ചുറ്റുപാടുകളിൽ ജീവിച്ചു വന്നവരാണ്, അല്ലേ? പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സ്കില്ല് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാവർക്കും ഉണ്ടാവില്ല, അവരുടേതായിട്ടുള്ള സ്കില്ലും അവരുടേതായിട്ടുള്ള കഴിവുകളും എല്ലാം ഉണ്ടാവും. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. അത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളെ ഇകഴ്ത്താതെ അവരെ അക്സെപ്റ്റ് ചെയ്യുക. യെസ്, അവർ ഒരു ഉയർന്ന ലെവലിലാണുള്ളത്, ഓക്കെ, അതിനെന്താ, ഇറ്റ്സ് ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, നമ്മെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ആ ഒരു പോയിന്റ് ഉണ്ടാവും, അല്ലേ? നമുക്ക് വളരാൻ സാധിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ എനർജി കൊടുക്കുക, മീൻസ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, എപ്പോഴും നമ്മൾ ഇല്ലായ്മകളിലേക്കും വല്ലായ്മകളിലേക്കും നോക്കാതെ അതവിടെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതങ്ങനെയാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക? നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അല്ലേ? നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ വേണം? ആരോഗ്യം വേണം, നമുക്ക് സമ്പത്ത് വേണം, ഹാപ്പിനെസ് വേണം. അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിനു വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഓക്കെ, പിന്നെന്താണ് നെക്സ്റ്റ് വരുന്നത്? ചേഞ്ച് വാട്ട് യു ക്യാൻ ചേഞ്ച്. നിങ്ങൾക്ക് എന്താണോ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്താണോ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, ആ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. അപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ കാര്യം തന്നെയാണ്, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ നിലവിലുള്ള ആ ഒരു അവസ്ഥയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്ക് ചിന്തിക്കുക. നമ്മുടെ കഴിവുകളെ, അതിപ്പോൾ ചിലപ്പോൾ ചില ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും, ചില, അല്ലേ, പല കാര്യങ്ങളും ട്രെയിനിങ് എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് എൻ്റെ ഉള്ളിൽ എന്താണോ കഴിവുള്ളത് അത് മനസ്സിലാക്കി നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളത് ചെയ്യാം. കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്യുക, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? അക്സെപ്റ്റ് ദ ട്രൂത്ത് ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിൻ്റെ ഒരു സത്യമുണ്ട്, ഒരു ട്രൂത്ത് ഉണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എന്താണ്? ഈ ഒരു ലോകം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. അത് നമ്മൾ, ആ ഒരു അവയർനെസ് നമുക്ക് വേണം. ഓരോരുത്തരും ഓരോരോ രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രശ്നങ്ങളിലല്ല കാര്യം, അത് കൈകാര്യം ചെയ്യുന്നതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മുടെ വിജയം എന്നുള്ളത്. നമ്മൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അവിടെയാണ് വിജയം എന്നുള്ളത് മനസ്സിലാക്കുക. അത് വലിയൊരു ട്രൂത്ത് തന്നെയാണ് കേട്ടോ. ആ ഒരു അവയർനെസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പ്രശ്നമാവില്ല, നമുക്കെല്ലാം ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അല്ലേ? പെട്ടെന്ന് ഇമോഷണലായി പോകുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ മറ്റുള്ളവരുടെ സങ്കടം പോലും അവർക്ക് എന്താണ്?
ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അത് അവരുടേതായിട്ട് എടുത്ത് അവരതിൽ സങ്കടപ്പെട്ടുകൊണ്ട് നടക്കും. ചിലപ്പോൾ റിലേറ്റീവ്സ് ഒന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഒരു ന്യൂസ് ചാനലിൽ വാർത്ത കേട്ടതാവാം, അല്ലേ? അങ്ങനെ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം കേൾക്കുമ്പോൾ നമുക്കത് സങ്കടപ്പെട്ട് നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ ആ ഒരു എനർജിയെയും ബാധിക്കുന്ന രൂപത്തിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെയുണ്ട്. നമ്മൾ ആ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യണം. പക്ഷേ അവിടെ ഡിറ്റാച്ച്ഡ് ആയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. നമ്മളത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഇമോഷനിലേക്ക് അത് എത്തിച്ച് നമ്മൾ വളരെ ഡൗൺ ആയി നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന രൂപത്തിലാവരുത്. അവിടെ എന്ത് ചെയ്യണം? പ്രശ്നങ്ങൾ, ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അവയർനെസ്സിലായിരിക്കണം. ആ ഒരു പേടിയിലല്ല ജീവിക്കേണ്ടത്, ആ ഒരു അവയർനെസ്സിലായിരിക്കണം. എല്ലാവരും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ ഒരു ലൈഫിൽ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ആ ഒരു അവയർനെസ് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ലൈഫിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാതെ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. യെസ്, പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെനിക്ക് തരണം ചെയ്യാൻ പറ്റും. ഞാൻ പോസിറ്റീവ് അത് ഡിറ്റാച്ച് ചെയ്യുന്നതിലൂടെ, അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ എനിക്കതിനെ പുതിയൊരു തലത്തിലേക്ക് മാറ്റാൻ സാധിക്കും. അതിനൊരു സൊല്യൂഷൻ എനിക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ ഒരുപാട് അക്സെപ്റ്റൻസിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെന്താണ്? നമുക്കൊരിക്കലും നമ്മുടെ ലൈഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലേ? നാളെ എന്ത് സംഭവിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു അക്സെപ്റ്റൻസിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമ്മുടെ ചിന്തകൾ എന്താണോ അതിലൂടെയാണ് കാര്യങ്ങൾ പോവുക. നമ്മുടെ ഇതുവരെ ചിന്തിച്ചത് എന്താണോ അതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവയർനെസ് എപ്പോഴും ഉണ്ടായിരിക്കുക. ലൈഫ് എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അവരെല്ലാം വിജയിക്കുന്ന ആളുകൾ, ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകൾ, അവർ ആ ഒരു പ്രോബ്ലത്തെ അക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിച്ച് ആ ഒരു ആക്ഷനിലേക്ക് പോകുന്നവരാണെന്ന് മനസ്സിലാക്കുക. ആ രീതിയിൽ ചെയ്താൽ എനിക്കും വിജയം ഉണ്ടാവും എന്നുള്ള ഒരു തോട്ടിലേക്ക് നമ്മൾ എത്തുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അക്സെപ്റ്റൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, സെൽഫ് അക്സെപ്റ്റൻസിൽ തന്നെ നമ്മൾ ആദ്യം സെൽഫ് അക്സെപ്റ്റൻസ് കൊണ്ടുവരാം. അവിടെയാണ് നമ്മുടെ ഹാപ്പിനെസ് കിടക്കുന്നത്. നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് സെൽഫ് അക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ഹാപ്പി ആവാൻ കഴിയില്ല. കാരണം നമുക്ക് എപ്പോഴും ഒരു തോട്ടായിരിക്കും, ഞാൻ ഓക്കെ അല്ല, ഞാൻ ബെറ്റർ അല്ല, ഞാൻ മോശമാണ് എന്നുള്ള രീതിയിലുള്ള തോട്ട്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പം അങ്ങനെയല്ല, സെൽഫ് അക്സെപ്റ്റൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം നമ്മുടെ ലൈഫിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, അതുപോലെ മാനിഫെസ്റ്റേഷൻ അല്ലേ, നിങ്ങളെല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും സംഭവിക്കുന്നുണ്ട്, അതല്ല, നമ്മൾ വേണ്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അഫോർമേഷൻസും വിഷ്വലൈസേഷനും ഒക്കെ ചെയ്യുന്നവരാണ്, അല്ലേ? ഇതിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ത്? അക്സെപ്റ്റൻസ്. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസിനെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അതുപോലെ നമ്മുടെ ഗോൾസിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കണം. ആ ഒരു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തതായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഫീലിങ്സിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെയൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഏതൊരവസ്ഥയാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു നെഗറ്റീവ് തോട്ടിനെ ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ. അതുപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അല്ലേ, നമ്മുടെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന നമ്മുടെ വീട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. നമ്മുടെ പാരൻസ് ഉണ്ടാവും, മക്കളുണ്ടാവും, ഹസ്ബൻഡ്, വൈഫ്, അല്ലെ, അങ്ങനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരുടെ കാര്യത്തിലൊക്കെ ഇവരുടെ കാര്യങ്ങളും നമുക്ക് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യാം നമ്മള്? അക്സെപ്റ്റ് ചെയ്യാം. അവരുടെ മോശം സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതിൽ വളരെ മോശമായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ റെസിസ്റ്റ് ചെയ്യാതെ എന്തുകൊണ്ടാ ഇങ്ങനെ? എന്തുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നു? ആ ഒരു രീതിയിൽ ചിന്തിക്കാതെ ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഫൊഗീവ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ മിറാക്കിൾ സംഭവിക്കും. നമ്മൾ അവരെ നേരിട്ട് പോയി സംസാരിക്കുകയൊന്നും ചെയ്യാതെ തന്നെ അവരുടെ എനർജിയിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ അക്സെപ്റ്റൻസ് നമ്മൾ വരുമ്പോൾ നമ്മുടെ എനർജി എന്താവുകയാണ്? ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എനർജിയിലും ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. നമ്മുടെ എനർജി ഹൈ എനർജിയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ എന്താവും? എന്ത് സംഭവിക്കും? നമ്മുടെ ഓപ്പോസിറ്റ് നമ്മുടെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കും അതിൽ എന്ത് വരും? ചേഞ്ച് വരും. ഓക്കെ. അപ്പോൾ ഈ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് ലൈഫിൽ ഏതൊരു ഏരിയയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം എല്ലാവരും അത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുള്ള ഓരോ നെഗറ്റീവ് കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പോസിറ്റീവായിട്ട് അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ സൊല്യൂഷനിലേക്ക് പോവാം കേട്ടോ. ഒരു അക്സെപ്റ്റൻസും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് വളരെ ഡീപ്പർ ലെവലിൽ നമുക്ക് നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. EFT ലൈഫ് മാസ്റ്ററി കോഴ്സിൽ നമുക്ക് കോഴ്സ് വരുന്നത് ഫെബ്രുവരി 2 നമുക്ക് ഓഫ്ലൈൻ പ്രോഗ്രാം വരുന്നുണ്ട്. സാറിൻ്റെ ആ ഒരു സെഷനും എല്ലാം വളരെ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരമാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് അക്സെപ്റ്റൻസിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ഡീപ്പർ ലെവലിൽ അല്ലെങ്കിൽ വളരെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ കുറച്ച് മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? എന്താണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് ചോദിക്കാം. നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്യാറുണ്ടോ മറ്റുള്ളവർ വെച്ച്? എന്താണ്? നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയാറുണ്ട് അല്ലേ? ഒരു ഫണ്ണി ആയിട്ട് പറയാറുണ്ട് എല്ലാവരും. അയൽവക്കത്ത് എന്താണോ ഉള്ളത് അല്ലേ, അതിലേക്കാണ് നമ്മൾ നോക്കുക. എന്നിട്ട് എനിക്കതില്ലല്ലോ, അല്ലെങ്കിൽ പാർട്ട്ണറോട് അത് പറഞ്ഞിട്ട് വഴക്കിടുക, ഇങ്ങനെയൊക്കെയാണ് അല്ലേ? എനിക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് എന്താണ്? നമ്മുടെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വലുതായി 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 വരുന്നതിലേക്കുള്ള ആ സ്റ്റെപ്പുകളാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം അക്സെപ്റ്റ് ചെയ്യുക. എല്ലാം അക്സെപ്റ്റ് ചെയ്യുക. എല്ലാം അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായിട്ട് എടുക്കരുത്. എന്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലല്ല. നമുക്കവിടെ ആ ഒരു നെഗറ്റീവിനെ ഡിറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ആക്ഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ആക്ഷനിലേക്ക്. അതാണ് അക്സെപ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ നെഗറ്റീവായിട്ടല്ല എല്ലാം അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോവാന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രശ്നത്തെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യാണ് അല്ലേ. നമുക്കതിനെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മളതിൽ കൂടുതൽ 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 ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താവാം? ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ ഡൗൺ ആവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വളരെ ഡൗൺ ആയിട്ട് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. വേറെ ഒരാളുടെ എനർജി ചേഞ്ച് ആകുന്നതിനെ പറ്റി പറയുന്നു. ഓക്കെ. അത് എനർജി ചേഞ്ച് ആവുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വേറൊരാളുടെ എനർജി ചേഞ്ച് ആവുന്നൊരു കാര്യം. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ പറയുമ്പോൾ എവറിത്തിങ് ഈസ് എനർജി എന്നാണ് സയൻസ് പറയുന്നത്. ക്വാണ്ടം ഫിസിക്സിലൊക്കെ പറയുന്നത് എവറിത്തിങ് ഈസ് എനർജി. എല്ലാം എനർജിയാണ്. ഞാൻ ഒരു എനർജി എനിക്കൊരു എനർജി ഫീൽഡ് ഉണ്ട്. ഞാൻ എപ്പോഴും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഓരോരുത്തരും
ഇപ്പം നസ്രീൻ, ജസില, ഇവിടെയുള്ള ഓരോരുത്തരും എന്താണ്, നമുക്ക് ഈ ഒരു ഫിസിക്കൽ ബോഡി ഉള്ളതുപോലെ തന്നെ ഒരു എനർജി ബോഡി ഉണ്ട്. അതുപോലെ തന്നെ ഓരോ വസ്തുക്കളിലും എന്തുണ്ട്, ഒരു എനർജി ഫ്രീക്വൻസി വൈബ്രേഷൻ ഉണ്ട്. എല്ലാം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ തോട്ട്സിനും എനർജി ഫ്രീക്വൻസി ഉണ്ട്, എനർജി വൈബ്രേഷൻ ഉണ്ട്. എൻ്റെ വേർഡ്സിന് എനർജി വൈബ്രേഷൻ ഉണ്ട്. ആ ഈ ഒരു എനർജി എന്ത് ചെയ്യും, എൻ്റെ ഫോക്കസ് എങ്ങോട്ടാണോ പോകുന്നത് അവിടേക്ക് എന്നിൽ നിന്നും എനർജി ഫ്ലോ ചെയ്യും. ഇപ്പോൾ ഞാൻ നസ്രിനിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നസ്രിനിലേക്ക് എന്നിൽ നിന്നൊരു എനർജി ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നസ്രിനെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുന്ന സമയത്ത്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചിന്തകൾക്കും എനർജി പവർ ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഞാൻ നസ്രിനെ കുറിച്ച് മോശമായിട്ട് ഇവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നസ്രിനിൽ ഉണ്ടാവും. അപ്പം നസ്രിനിൽ ഞാനൊന്ന് എന്തെങ്കിലും ഒന്ന് വഴക്ക് പറയാണ്, ഒരു നെഗറ്റീവ് വേർഡ് യൂസ് ചെയ്യാണ്, നന്നായിട്ട് ഞാൻ വഴക്ക് പറഞ്ഞു എന്ന് വിചാരിക്കുക. നസ്രിൻ എന്താവും, നസ്രിൻ്റെ എനർജി ഹൈ ആവോ ഡൗൺ ആവോ, എന്താ സംഭവിക്കുക, നസ്രിൻ്റെ എനർജി ഡൗൺ ആവും അല്ലേ? അതെന്താണ്, എൻ്റെ വേർഡ്സിൽ നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഞാൻ പറഞ്ഞപ്പോൾ അതിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി അവിടെ വർക്ക് ചെയ്തു അല്ലേ? നമ്മുടെ എനർജി രണ്ട് തരം ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. പോസിറ്റീവ് തോട്ടിനുള്ള എനർജി ഫ്രീക്വൻസി എന്താണ്, പോസിറ്റീവ് എനർജി ഫ്രീക്വൻസിയാണ്. അതുപോലെ നെഗറ്റീവ് തോട്ട്സിനും നെഗറ്റീവ് വേർഡ്സിനൊക്കെ ഉള്ള എനർജി ഫ്രീക്വൻസി നെഗറ്റീവ് ആണ്. നെഗറ്റീവ് പറയുമ്പോൾ ലോ എനർജി, നമ്മൾ ഡൗൺ ആവുന്നൊരവസ്ഥ. അപ്പോൾ ഇപ്പോൾ നസ്രിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നസ്രിനെ ഞാൻ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു, നസ്രിനിൽ എന്ത് സംഭവിക്കും, നസ്രിൻ്റെ എനർജി ഹൈ ആവും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയണമെന്നില്ല, എൻ്റെ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ ഇമ്പാക്റ്റ് ഓപ്പോസിറ്റുള്ള ആളിൽ ഉണ്ടാവും. ആ രീതിയിൽ അപ്പം എൻ്റെ പാർട്ട്ണർ, എൻ്റെ ലൈഫ് പാർട്ട്ണർ, എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ മോശമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുക, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും ബെറ്ററായി കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് പകരം ഇപ്പം എൻ്റെ ഹസ്ബൻഡിൽ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത്, ഒരു അക്സെപ്റ്റൻസ് ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് തോട്ട് ഡിറ്റാച്ച് ആവുകയും കൂടെ ഫോർഗീവ്നെസ്സും കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ എന്നിൽ നിന്നും ആ ഒരു നെഗറ്റീവ് തോട്ട്സ്, ഇപ്പം ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സ് അവിടെ പോവുകയും ഒരു സന്തോഷം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് എനിക്കൊരു സ്നേഹമാണ് ഫീൽ ചെയ്യുക. ആ ഒരു ഫോർഗീവ്നെസ്സിനും അക്സെപ്റ്റൻസിനും ശേഷം അവിടെ എന്നിൽ നിന്നും പിന്നെ ഫ്ലോ ചെയ്യുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ അവിടെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവുകയും അവരിൽ ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മുടെ കോഴ്സിലേക്ക് വന്നവർക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് അല്ലേ? നസ്രീൻ ഒന്ന് ഷെയർ ചെയ്യാമോ, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഫോർഗീവ്നെസ്സിലൊക്കെ? ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയി പറയാതെ അവരിൽ ചേഞ്ച് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അങ്ങനെ ഉണ്ടായി. ഞാനും ഈ പറഞ്ഞ പോലെ എന്റെ ഹസ്ബൻഡിന്റെ അത്യാവശ്യം നല്ല ഇഷ്യൂ ഉള്ള ആളാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ അവർക്കില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ. അപ്പം ഇതിൽ സാറ് പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം, അങ്ങനെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് മാത്രം എടുത്തൊരു 10 ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതും, മീൻസ് നമുക്ക് ഇതൊക്കെ ചെയ്തു തന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കുറെ ഫോർഗീവ്നെസ്സും കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് അവർക്ക് പ്രൊമോഷൻ ഒക്കെ ആയി. അവര് മീൻസ് അവർക്ക് അവർ സീനിയർ ആയിട്ട് മാറി. അപ്പൊ കുറെ കാര്യങ്ങൾ ഉണ്ടായി അങ്ങനെ. അപ്പൊ എന്റെ അടുത്ത് പറയുകയും ചെയ്തു, ഈ മറ്റേ എന്നെപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ തടഞ്ഞു വെച്ചത്. ഒരു 1 ഇയർ മുന്നേ കിട്ടേണ്ട സാധനമാണ്, ഈ എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ട് നടന്നിട്ടാണ് ഇതൊന്നും കിട്ടാതെ പോയത്. ഇതിനോട് നേരിട്ട് പറയുകയും ചെയ്തു. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാല് നമുക്ക് നല്ലത് വരും. അങ്ങനത്തെ ആൾക്കാർ നമ്മളെ അടുത്ത് നല്ല ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് നമ്മളോട് പിന്നീട് ഒരു സ്നേഹമൊക്കെ നമുക്ക് തോന്നും. നമ്മൾ അവരുടെ അടുത്ത് പോയി പറയുക ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, എന്നാലും അവർക്ക് ചില ഫോൺ സംഭാഷണങ്ങളിലൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്യണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഉണ്ടാവാറ്. അതെ, ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ കോഴ്സിൽ തന്നെ ഉണ്ടാവാറുണ്ട്. ഫോർഗീവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫോർഗീവ്നെസ്സിലേക്ക് വരുമ്പോൾ അക്സെപ്റ്റൻസ് ആദ്യം നമ്മൾ ചെയ്യുന്നതാണ്. അതിലേക്ക് വരുമ്പോൾ 7 ഇയേഴ്സ് ആയിട്ട് ഒരു കണക്ഷൻ ഇല്ലാതിരുന്ന ആളുകളൊക്കെ
ഒരു ആക്ഷനും ഇല്ലാതെ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ചേഞ്ച് ഉണ്ടായി അവരിങ്ങോട്ട് വന്ന് മിണ്ടുന്ന ഒരവസ്ഥ, ആ ഒരു റിലേഷൻഷിപ്പ് പോസിറ്റീവായി മാറുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഈ എനർജിയുടെ ഒരു കാര്യം തന്നെയാണത്. എനർജി എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജി ആണെങ്കിൽ ഇപ്പം നമ്മൾ ഒരാളോട് വളരെ സ്മൂത്ത് ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറുമ്പോൾ അവരിൽ നിന്നും എന്താണ് തിരിച്ചു കിട്ടുക? ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പെരുമാറ്റമാണ് നമുക്ക് കിട്ടുക. നേരെ മറിച്ച് നമ്മൾ വളരെ റഷ് ആയിട്ട് വളരെ ടോക്സിക് ആയിട്ട് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറിക്കഴിഞ്ഞാൽ ആ ഒരു ഇതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക. അതെന്താണ്? നമ്മളിൽ നിന്നും പോയിട്ടുള്ള എനർജി എന്താണോ ആ ഇതിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് ഇങ്ങോട്ടും നമുക്ക് അട്രാക്ട് ചെയ്യപ്പെടും. ഈ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ ഇത് തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള എനർജി എന്താണോ അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. ഇപ്പോഴും നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി, നമ്മുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉണ്ട്. അതിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യാനുണ്ട്, പണിയെടുക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ സ്റ്റെക്കായി പോയിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ ഉള്ള് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്ന കാര്യങ്ങളേ ഉള്ളൂ എല്ലാം. നിങ്ങൾക്ക് സമ്പത്ത് വരുന്നില്ലേ? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടോ? നിങ്ങൾക്ക് ഹാപ്പിനെസ് ഇല്ലേ? അതിൽ നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ EFT കോഴ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. ടാപ്പിംഗ് തെറാപ്പി യൂസ് ചെയ്തിട്ട് നമ്മുടെ എനർജി പോയിന്റ്സിലൂടെ നമ്മൾ ടാപ്പ് ചെയ്ത് ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മുടെ നെഗറ്റീവ് എനർജി ഉണ്ടാവും, ബ്ലോക്ക് ആയി കിടക്കുന്ന നെഗറ്റീവ് എനർജിയെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ടാപ്പിംഗ് തെറാപ്പിയിലൂടെ. എന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്കും തോട്ട്സ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം എനർജി പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞതാണ് എല്ലാം എനർജിയാണ്. എനിക്ക് ഒരു എമൗണ്ട് കിട്ടാനുണ്ട്, ആ വ്യക്തി ഡേറ്റ് മാറ്റി വെക്കുക, അല്ലാതെ ക്യാഷ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, അത് ഫൊഗീവ് ചെയ്ത് കൊടുക്കുക, നിരുപാധികം ഫൊഗീവ് ചെയ്ത് കൊടുക്കുക. അവർ നിങ്ങൾക്ക് തരുന്നതായിട്ട് വിഷ്വൽ ചെയ്യുക, തരുന്ന സമയത്ത് അതുപോലെ തന്നു കഴിഞ്ഞതായിട്ട് മനസ്സിൽ വിഷ്വൽ ചെയ്യുക, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഈ രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്താൽ ഓക്കെ ആവും. നമ്മൾ ഫൊഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം, വീണ്ടും അത് മനസ്സിലേക്ക് എടുത്ത് നോക്കണം. ഏതെങ്കിലും ആസ്പെക്ട്സ് അതിൽ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായിട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം കേട്ടോ. പരിപൂർണമായിട്ടും അത് ഹീലായി എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പം കോഴ്സ് ചെയ്തവരോടാണ്, നിങ്ങൾ ഏതൊരു പ്രശ്നം ടാപ്പിങ്ങിന് എടുക്കുമ്പോഴും ഹീലിങ്ങിന് എടുക്കുമ്പോഴും അത് 0 ആയി എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലാണ് അവിടെ ആ ഒരു കാര്യം പോസിറ്റീവായിട്ട് സംഭവിക്കുക. ഓക്കെ, നമ്മുടെ എനർജി അവിടെ ഷിഫ്റ്റ് ആവണം. നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എനർജി അതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ അതാണ് അട്രാക്ട് ചെയ്യപ്പെടുക. ഓക്കെ, സക്സസ് കിട്ടുന്നില്ല, നമ്മുടെ എനർജി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എനർജി ചേഞ്ച് ചെയ്യാനുള്ള വഴികളാണ് നമ്മുടെ EFT ലൈഫ് മാസ്റ്ററി. നമ്മൾക്ക് February 2 വരുന്നുണ്ട്. കോഴ്സ് ചെയ്ത് ഒരുപാട് പേരിൽ ഇറ്റ്സ് മീ റിയൽ മീ ഒക്കെ വാച്ച് ചെയ്യുന്നവരാണ് എല്ലാവരും അല്ലേ, സൺഡേയിലുള്ള. അതിൽ നമുക്ക് കേൾക്കാൻ പറ്റാറുണ്ട് ഒരുപാട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണി അല്ലെ, ആ സക്സസ്സിലേക്ക് എത്തിയ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങളിലേക്കാണ്. ഇപ്പം നമ്മൾ ഒരുപാട് അല്ലേ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്താ എനർജിയാണോ ഉള്ളത് അതിന് മാച്ച് ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മുടെ എനർജിയിലാണ്. അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്കുള്ളൊരു ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ വരും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും. അപ്പം ആദ്യം ചേഞ്ച് ചെയ്യുക, എല്ലാം നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മളത് കസ്തൂരിമാനെ പോലെ തിരഞ്ഞു നടക്കുകയാണ്. എവിടെയാണ് എനിക്ക് സൊല്യൂഷൻ ഉള്ളത്? അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. താല്പര്യമുള്ളവർ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഞാൻ ചാറ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ.
ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ജോബ് ഹസിന് ഇഷ്ടമില്ല, അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാണോ വേണ്ടത്? ഇവിടെ ഹസ്ബൻഡിന് ഫൊഗീവ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളൊരു ജോബ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഫാമിലി കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ മാച്ചായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഏറ്റവും എൻ്റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗോൾ എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഫാമിലി ലൈഫാണ് അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നതും അല്ലേ, നമ്മൾ ഇത്രയും വർക്ക് ചെയ്യുന്നതൊക്കെ ആ ഒരു എൻഡ് റിസൾട്ടിന് വേണ്ടിയിട്ട്, നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മുടെ ആ ഒരു കുടുംബ ജീവിതത്തിന് പ്രശ്നമുണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു ജോലിയായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പം അതിനൊക്കെ ആപ്റ്റായിട്ടുള്ള നല്ലൊരു ജോലിയാണെങ്കിൽ ഹസ്ബൻഡിന് ഫൊഗീവ് ചെയ്ത് കൊടുക്കുക. ആ ഒരു വിഷയത്തിൽ അത് ഹീൽ ചെയ്ത് ഫൊഗീവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അക്സെപ്റ്റൻസ് ഹസ്ബൻഡ് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾ ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ പറഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നങ്ങളിലേക്കും വാക്കുതർക്കങ്ങളിലേക്കും അത് പോവില്ല. അതവിടെ ഡിറ്റാച്ച് ആവും. എപ്പോഴും നമ്മൾ അല്ലേ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ജയിച്ചു എന്ന് തോന്നുമ്പോഴാണ്, അതിൻ്റെ മുകളിൽ നമ്മൾ സംസാരിക്കുമ്പോഴാണ് അല്ലേ, നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്, ഞാൻ തോറ്റുപോയി. പക്ഷെ അങ്ങനെയല്ല, നമ്മളവിടെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സൊല്യൂഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ സക്സസ് ആർക്കാണ്? നമുക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും അക്സെപ്റ്റൻസ് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക. ആരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത്. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യുക. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ. അത് നമ്മൾ എന്ത് ചെയ്യുക? ഡിറ്റാച്ച് ചെയ്യുക. അത് ലെറ്റ് ഗോ ചെയ്യുക. അതിലേക്ക് ഫോക്കസ് ചെയ്യരുത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണെന്ന് സംസാരിക്കാനുള്ളത്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.